സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. കൺസിഡർ ദി മോഷൻ ഓഫ് എ കാർ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു കാറിൻ്റെ മൂവ്മെൻ്റ് ആണ് സ്ട്രെയിറ്റ് ലൈനിൽ. അത് നമ്മൾ എക്സ് ആക്സിസ് വെച്ച് വ്യത്യസ്ത ടൈമിൽ കാറിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒറിജിൻ O ആണ്. റൈറ്റിലേക്ക് പോസിറ്റീവ് വാല്യൂ ആയും ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് വാല്യൂ ആയാണ് നമ്മൾ എടുക്കുന്നത്. റൈറ്റിലേക്ക് നോക്കുക. ഒറിജിനിൽ O നിന്ന് 40, 80, 120, 160 അങ്ങനെ മീറ്ററിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റിലോട്ട് അതേപോലെ തന്നെ -40, -80 എന്ന രീതിയിലും മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതിൽ രണ്ട് കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ദി കാർ മൂവ്സ് ഫ്രം O ടു P. ഓയിൽ നിന്നും പിയിലേക്ക് കാർ മൂവ് ചെയ്യുന്നു. ഒറിജിൻ O ആണ്. ഓയിൽ നിന്നും പിയിലേക്ക് കാർ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ ദൂരം എന്ന് പറയുന്നത് ആ ആക്സിസിൽ നിന്ന് നമുക്ക് കിട്ടും 360 മീറ്റർ ആണ് പി വരെയുള്ള ദൂരം. അപ്പോൾ ഈ കാറിന്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 360 മീറ്റർ പ്ലസ് 360 മീറ്റർ. ഓക്കെ, സെക്കൻഡ് കേസിൽ കാർ മൂവ് ചെയ്യുന്നത് O ടു P ആണ്. ആൻഡ് ദെൻ മൂവ്സ് ബാക്ക് ഫ്രം P ടു Q. P വരെ എത്തിയതിനു ശേഷം തിരിച്ച് Pയിൽ നിന്നും Qയിലേക്കും സഞ്ചരിക്കുന്നുണ്ട് കാറ്. അപ്പോൾ ടോട്ടൽ ആ കാറിന്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് O ടു P 360 ആണ്. P ടു Q എന്ന് പറയുന്നത് 120 ആണ്. കാരണം ഓരോ ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പം Pയിൽ നിന്ന് Qയിലേക്കുള്ള ദൂരം 120 മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 360 പ്ലസ് 120. അത്രയും ദൂരം കാർ സഞ്ചരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 480 മീറ്റർ. ഓക്കെ, പാത്ത് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നു നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റിലേക്ക് പോവാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഈ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നമ്മൾ x1 എന്നും x2 എന്നും എടുക്കാം. ഓക്കെ, അറ്റ് t1 ആൻഡ് ടൈം t2. t1 ടൈമിൽ x1ലും t2 ടൈമിൽ x2ലും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആയിരിക്കും, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നും അതിൻ്റെ യൂണിറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1, where x2 is the final position at time t2 and x1 is the initial position at time t1. ഓക്കെ, ഇതിൽ x2 x1നേക്കാൾ വലുതാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേസമയം x2 x1നേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം, 0 ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ഈസ് മൂവിങ് ഫ്രം O ടു P. ഇനി പാത്ത് ലെങ്ത് കണ്ടുപിടിച്ചതുപോലെ തന്നെ നമ്മൾ ഇതേ എക്സാമ്പിളിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുകയാണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ഇൻ മൂവിങ് ഫ്രം O ടു P. ഓയിൽ നിന്ന് P വരെ സഞ്ചരിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഈക്വൽ ടു x2 മൈനസ് x1. ഓക്കെ, ഇതിൽ x2 എന്ന് പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, അതായത് അത് 360ലാണ്. x1 എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ആണ്, അത് 0ലുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 360 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 360 മീറ്റർ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയത് 360 മീറ്റർ. ദ ഡിസ്പ്ലേസ്മെന്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 360 മീറ്റർ നമുക്ക് കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻ ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി പോസിറ്റീവ് സൈൻ. അപ്പോൾ നമുക്ക് പ്ലസ് 360 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ വാല്യൂ മാത്രം പോരാ, അതിൻ്റെ ഡയറക്ഷൻ കൂടി ആവശ്യമുണ്ട്. അപ്പം 360 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ഫ്രം P ടു Q ഈസ്
പിയിൽ നിന്നും ക്യൂ വരെ സഞ്ചരിക്കുകയാണ് കാർ എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? പിയിൽ നിന്നും ക്യൂ വരെ കാർ സഞ്ചരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് പി ആണ്, ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 240 മൈനസ് 360, കാരണം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ x2 മൈനസ് x1. ഇപ്പോൾ 360 അല്ല, അതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ 240 ആണ്. അപ്പോൾ 240 മൈനസ് 360 നമുക്ക് കിട്ടുന്നത് 120 മീറ്റർ. അതിനർത്ഥം ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 120 മീറ്റർ ആണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, the magnitude of displacement may or may not be equal to path length traversed by an object. ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് പാത്ത് ലെങ്ത്തിന് ഒന്നുകിൽ ഈക്വൽ ആവാം അല്ലെങ്കിൽ അല്ലാണ്ടെയും ഇരിക്കാം. മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. കാറ് ഓയിൽ നിന്നും പി വരെ മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പാത്ത് ലെങ്ത് 360 മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് 360 ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ദി പാത്ത് ലെങ്ത്. ശരിയല്ലേ? ഒ മുതൽ പി വരെ സഞ്ചരിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റും പാത്ത് ലെങ്ത്തും ഈക്വൽ ആണ്, രണ്ടും പ്ലസ് 360 ആണ് വരുന്നത്. പക്ഷേ ഓയിൽ നിന്നും പി വരെ മൂവ് ചെയ്ത് തിരിച്ച് പിയിൽ നിന്നും ക്യൂ വരെ മൂവ് ചെയ്യുകയാണെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു 360 പ്ലസ് 120 മീറ്റർ ആണ്, അതായത് 480 മീറ്റർ ആണ്. ഒ ടു പി പോയി പിയിൽ നിന്ന് തിരിച്ച് ക്യൂ വരെ വന്നു. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 480 മീറ്റർ ആണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഓയിൽ നിന്നും പി വരെ വന്നു, തിരിച്ച് പിയിൽ നിന്നും ക്യൂവിലെത്തിയാൽ ഫൈനൽ പൊസിഷൻ ക്യൂ ആണ്, ഇനീഷ്യൽ പൊസിഷൻ ഓക്കെ ഒ ആണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ 240 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ 240 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 0. കാർ മൂവ് ചെയ്തത് ഓയിൽ നിന്നും പി വരെ, തിരിച്ച് പിയിൽ നിന്നും ക്യൂ വരെ. പക്ഷെ അതിന്റെ ഇനീഷ്യൽ ഫൈനൽ പൊസിഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഒയും ഫൈനൽ പൊസിഷൻ ക്യൂ ആണ്. അപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ 240 മൈനസ് 0 x2 മൈനസ് x1 എന്നുള്ള ഇക്വേഷൻ പ്രകാരം അത് നമുക്ക് കിട്ടുന്നത് പ്ലസ് 240 ആണ്. ഈ കേസിൽ പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ അല്ല. ഏതാണ് കൂടുതൽ? പാത്ത് ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലാവുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു പാത്ത് ലെങ്ത് ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരിക്കലും പാത്ത് ലെങ്ത് 0 ആവില്ല, ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം. അത് നമുക്ക് നോക്കാം. ഓക്കെ, the magnitude of the displacement for a course of motion may be 0, but the corresponding path length is not 0. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. If the car starts from O, goes to P and then returns to O. ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, പിയിലെത്തുന്നു, ആൻഡ് then returns to O. പിയിൽ നിന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തുന്നു, ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്, O എന്ന് പറയുന്ന പോയിന്റ് ആണ്. കാരണം അവിടെ നിന്നാണ് തുടങ്ങിയത്, പിയിലെത്തി തിരിച്ച് ഓയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ പാത്ത് ലെങ്ത് ഒരിക്കലും 0 ആവുന്നില്ല. O to P സഞ്ചരിച്ചത് 360 മീറ്റർ ആണെങ്കിൽ P to O സഞ്ചരിച്ചത് വീണ്ടും 360 മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 720 മീറ്റർ. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഓക്കെ, നെക്സ്റ്റ്, യൂണിഫോം മോഷൻ. If an object moving along the straight line covers equal distances in equal intervals of time, it is said to be in uniform motion along a straight line.
ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു, പക്ഷെ അത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ആ മോഷനെ നമുക്ക് യൂണിഫോം മോഷൻ എന്ന് വിളിക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു വസ്തു മൂവ് ചെയ്യുന്ന ടൈമും പൊസിഷനും ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ടൈം, ഇവിടെ ആ വസ്തുവിന്റെ പൊസിഷൻ എക്സ് എന്ന് ഞാൻ എടുക്കുന്നു. എക്സ് ടൈം ആദ്യം 0 സെക്കൻഡ്, പിന്നെ 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, ഇതെല്ലാം സെക്കൻഡിലാണ്, ഇൻ സെക്കൻഡ്സ്. പൊസിഷൻ ആദ്യം 0, 2 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 5 മീറ്റർ, 4 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ, 6 സെക്കൻഡ് ആയപ്പോൾ 15 മീറ്റർ. ഓക്കെ, ഇത് മീറ്ററിലാണ്. ഇവിടെ നോക്കി നോക്കൂ, ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ, അതായത് ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. അതായത് ആദ്യത്തെ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 to 2 സെക്കൻഡ് ആണ്. 0 to 2 സെക്കൻഡ്. ആദ്യത്തെ 2 സെക്കൻഡ് കൊണ്ട് ആ വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. 0 to 5 അല്ലേ, അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം 5 മീറ്റർ ആണ്. അടുത്ത 2 സെക്കൻഡ്, അതായത് 2 സെക്കൻഡിൽ 4 ആയപ്പോൾ വീണ്ടും വസ്തു സഞ്ചരിച്ചത് 5-ൽ നിന്ന് 10 ആയിട്ടുണ്ട്. അത് വീണ്ടും 5 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, വീണ്ടും അടുത്ത 2 സെക്കൻഡ്, അതായത് 4 സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി വീണ്ടും 5 മീറ്റർ സഞ്ചരിച്ചു. 10 മുതൽ 15 ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ 2 സെക്കൻഡിലും ആ ബോഡി സഞ്ചരിക്കുന്ന ദൂരം ഈക്വൽ ആണ്. ഈ ടൈപ്പ് മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം if an object moving along the straight line covers equal distances in equal intervals of time, it is said to be in uniform motion. ഇതിനെ നമുക്ക് ഒരു ഗ്രാഫ് ആക്കാൻ പറ്റും. പൊസിഷൻ ടൈം ഗ്രാഫ്സ്. ഓക്കെ, അടുത്ത് നമ്മൾ അതിലേക്കാണ് പോകുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ്സ്. എന്താണ് യൂണിഫോം മോഷൻ എന്ന് മനസ്സിലായോ? ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരം ഈക്വൽ ആണെങ്കിൽ ആ മോഷനാണ് യൂണിഫോം മോഷൻ. ഓരോ 2 സെക്കൻഡ് കൂടുന്തോറും ഇവിടെ ബോഡി 5 മീറ്റർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ 2 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 2 സെക്കൻഡിൽ 10 മീറ്റർ ആയി, അടുത്ത 2 സെക്കൻഡിൽ അത് 15 മീറ്റർ ആയി. അങ്ങനെ ഓരോ 2 സെക്കൻഡിലും ആ ബോഡി കവർ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് 5 മീറ്റർ തന്നെയാണ്. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ that type of motion is known as uniform motion. Okay, next position time graphs ആണ് പറയുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് 2 ആക്സിസ് ആവശ്യമുണ്ട്, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിൽ നമ്മൾ ടൈമും വൈ ആക്സിസിൽ നമ്മൾ പൊസിഷനും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 2 ഗ്രാഫാണ് നിങ്ങൾക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തേത് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. രണ്ടാമത്തേത് യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ആദ്യത്തെ ഗ്രാഫ് നോക്കാം. എക്സ് ആക്സിസിൽ ടൈം മാർക്ക് ചെയ്തിരിക്കുന്നു, വൈ ആക്സിസിൽ എക്സ് മാർക്ക് ചെയ്തിരിക്കുന്നു. ടൈം മാർക്ക് ചെയ്തിരിക്കുന്നത് 10, 20 അങ്ങനെയാണ്. ടൈം മാർക്ക് ചെയ്തിരിക്കുന്നത് 30, 40, ഇതെല്ലാം സെക്കൻഡിലാണ്. വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 20 മീറ്റർ, 40 മീറ്റർ അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ്, അതാണ് സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. റെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് ആ വസ്തുവിന്റെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ ആ വസ്തു റെസ്റ്റിലാണെന്ന് പറയാം.
പൊസിഷൻ മാറുന്നേയില്ല. ഇപ്പോൾ ടൈം കൂടുന്തോറും ആ വസ്തുവിൻ്റെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ അത് റെസ്റ്റിലാണ്. അപ്പം നമുക്ക് ഈ ഗ്രാഫ് നോക്കാം. ടൈം 0 ആവുമ്പോഴും അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. ഒറിജിനിൽ നിന്ന് 40 മീറ്റർ അകലെയാണ് ആ വസ്തു ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. 10 സെക്കൻഡ് ആയപ്പോഴും ആ വസ്തുവിൻ്റെ പൊസിഷൻ 40 തന്നെയാണ്. 20 സെക്കൻഡ് ആയപ്പോഴും പൊസിഷൻ 40 തന്നെയാണ്. 30 സെക്കൻഡ് ആയപ്പോഴും പൊസിഷൻ 40 തന്നെയാണ്. 50 സെക്കൻഡ് ആയപ്പോഴും പൊസിഷൻ 40 തന്നെയാണ്. പൊസിഷൻ മാറുന്നേയില്ല. ദാറ്റ് മീൻസ് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് സ്റ്റേഷനറി. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. അടുത്തത് യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ ടൈം കൊടുത്തിരിക്കുന്നു, വൈ ആക്സിസിൽ പൊസിഷൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ടേബിൾ പ്രകാരം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞത് 0 സെക്കൻഡ് ആകുമ്പോൾ 0 തന്നെയാണ് പൊസിഷൻ. അടുത്തത് 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ് കൊടുക്കാം. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പൊസിഷൻ 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ അങ്ങനെ കൊടുക്കാം. അപ്പോൾ 2 സെക്കൻഡ് ആവുമ്പോൾ നമുക്ക് കിട്ടും ഒരു പോയിന്റ് 5 മീറ്റർ ആണ്. 4 സെക്കൻഡ് ആവുമ്പോൾ 10 മീറ്റർ ആണ്. ഓക്കെ, 6 സെക്കൻഡ് ആവുമ്പോൾ 15 മീറ്റർ ആണ്. നമുക്ക് കിട്ടുന്നത് ഈ പോയിന്റ്സ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമല്ലോ. അപ്പോൾ ഇതൊരു യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. ശരിയല്ലേ? എക്സ് ആക്സിസ് ഇതാണ്, ഇതിന് പാരലൽ ആണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം.